ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PAC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ വീണ്ടും LGS റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഒരു ടോപ്പിക്കിൽ നിന്നല്ല, പല സബ്ജക്റ്റിൽ നിന്നും പല ടോപ്പിക്കിൽ നിന്നുമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ? ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ. അതുപോലെ തന്നെ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനം എന്നിവയെല്ലാം എന്താണ്? ബാഷ്പീകരണം എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളം നീരാവിയാവുന്നത് എന്താണ്? ബാഷ്പീകരണമാണ്. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ? നീരാവി ജലമായി മാറുന്ന പ്രക്രിയയാണ് എന്ത്? സാന്ദ്രീകരണം. അതായത് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് താപപ്രേഷണം എന്നാൽ? താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയണം, ചാലനം നമുക്ക് പറയാം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനം മാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഇത് ഖരവസ്തുക്കളിൽ നടക്കുന്ന താപ കൈമാറ്റ രീതിയാണ്. ഇങ്ങനെ ചാലനം വഴി താപത്തെ നന്നായി കടത്തിവിടുന്നവയെ സുജാലകങ്ങൾ എന്നും കടത്തിവിടാത്തവയെ കുജാലകങ്ങൾ എന്നും പറയുന്നു. ഇനി എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ? തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണിത്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം വഴിയാണ്. അപ്പോൾ ഖരപദാർത്ഥങ്ങളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയും വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം വഴിയാണ്. ഇനി എന്താണ് വികിരണം എന്ന് പറയുന്നത്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറഞ്ഞാൽ. ഉദാഹരണം, സൂര്യതാപം ഭൂമിയിൽ എത്തുന്നത്, കത്തുന്ന അടുപ്പിൻ്റെ വശത്ത് നിൽക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത്, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത്, ഇവയെല്ലാം വികിരണത്തിന് ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ താപപ്രേഷണത്തിന് 3 ഏതൊക്കെയാണ്? ചാലനം, സംവഹനം, വികിരണം. ചാലനം ഖരപദാർത്ഥങ്ങളിലും സംവഹനം വാതകങ്ങളിലും ദ്രാവകങ്ങളിലും കാണപ്പെടുന്നു. വികിരണം എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത് ഒരു ഉദാഹരണമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാനുള്ള കാരണം ഏതാണ്? കാരണമായ പ്രതിഭാസം ഏതാണ്? അത് അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസവും അപവർത്തനം തന്നെയാണ്. അപ്പോൾ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നാൻ കാരണം, അതുപോലെ ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണമായ പ്രതിഭാസമെല്ലാം എന്താണ്? അപവർത്തനമാണ്. അക്വേറിയത്തിൻ്റെ അടിത്തട്ട് ജലോപരിതലത്തിൽ പ്രതിപദിക്കുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? അത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. ഏതാണ്? പൂർണ്ണാന്തര പ്രതിപതനമാണ്. ചക്രവാളങ്ങളിൽ സൂര്യബിംബം ഇളം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിനുള്ള കാരണം വിസരണമാണ്. ചക്രവാളങ്ങളിൽ സൂര്യബിംബം ഇളം ചുവപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്? വിസരണമാണ്. ആകാശത്തിന്റെ നീല നിറത്തിനുള്ള കാരണവും വിസരണം തന്നെയാണ്. സൂര്യപ്രതിബിംബം ഇളം ചുവപ്പ് നിറത്തിൽ കാണാൻ ആകാശത്തിന്റെ നീല നിറത്തിനുള്ള കാരണം വിസരണമാണ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഊർജം എന്ന് പറയുന്നു. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? അത് രാസോർജമാണ്. പദാർത്ഥങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ള ഊർജമാണ് രാസോർജം എന്ന് പറയുന്നത്.
പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കിയിട്ടാണ് മാറ്റുന്നത്. സൗരോർജത്തെ പ്രകാശ സംശ്ലേഷണത്തിൽ രാസോർജമാക്കിയിട്ടാണ് ആര് മാറ്റുന്നത്? സസ്യങ്ങൾ മാറ്റുന്നത്. അതുപോലെ ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്ന ഊർജമാണ് എന്തെന്ന് പറയുന്നത്? രാസോർജം എന്ന് പറയുന്നത്. അതുപോലെ എല്ലാ വസ്തുക്കളിലും ഉള്ള ഊർജത്തിന്റെ ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും രാസോർജം തന്നെയാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത് നീരാവിയിലും ഏറ്റവും കുറവ് ഊർജമുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഐസുമാണ്. ഏറ്റവും കൂടുതലുള്ളത് നീരാവിയും ഏറ്റവും കുറവുള്ളത് ഐസുമാണ്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം എന്ന് പറയുന്നത്. ഏതാണ്? രാസമാറ്റം എന്ന് പറയുന്നത്. പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളാവുന്ന പ്രവർത്തനമാണ് രാസമാറ്റം എന്ന് പറയുന്നത്. ഈ രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ്. രാസമാറ്റത്തിന്റെ ഉദാഹരണമാണ് മാഗ്നീഷ്യം റിബൺ കത്തിക്കലും പേപ്പർ കത്തിക്കലും ഒക്കെ രാസമാറ്റത്തിനൊരു ഉദാഹരണമാണ്. ഇനി എന്താണ് ഭൗതിക മാറ്റം എന്ന് പറയുന്നത്? അതായത് പുറമേയുള്ള അവസ്ഥ, ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൗതിക മാറ്റം എന്ന് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? ഭൗതിക മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമുക്ക് നേരത്തെ താപത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഐസ് താപോർജ്ജം സ്വീകരിക്കുമ്പോൾ എന്തായി മാറും? ദ്രാവകാവസ്ഥയിലെ ജലമായിട്ട് മാറുകയാണെന്ന് ചെയ്യുക. ഇനി ദ്രാവകാവസ്ഥയിലെ ജലം താപോർജ്ജം സ്വീകരിച്ചിട്ട് എന്തായി മാറും? വാതകാവസ്ഥയിലെ നീരാവിയായിട്ട് മാറും. അതേ നീരാവി തന്നെ താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും ജലമായി മാറും. ആ ജലത്തിന് താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ അത് ഏത് രൂപത്തിലാവും? അത് ഐസ് എന്ന രൂപത്തിൽ തന്നെ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കാൻ കഴിയുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത സെൽ എന്ന് പറയുന്നത്. രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനമാണ് വൈദ്യുത സെൽ എന്ന് പറയുന്നത്. വൈദ്യുത സെല്ലുകളിൽ വൈദ്യുതോർജ്ജത്തെ രാസോർജ രൂപത്തിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഏത് രൂപത്തിലാണ്? രാസോർജ രൂപത്തിലാണ് വൈദ്യുത സെല്ലുകൾ വൈദ്യുതോർജ്ജത്തെ സംഭരിച്ചിരിക്കുന്നത്. റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകളാണ് ഡ്രൈ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടം എന്നിവയിൽ ഡ്രൈ സെല്ലാണ്. അതുപോലെ വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിലുള്ളത് മെർക്കുറി സെല്ലാണ്. വാച്ച്, കാൽക്കുലേറ്റർ, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മെർക്കുറി സെല്ലാണുള്ളത്. ഇനി റീചാർജ് ചെയ്യാവുന്ന ടോർച്ച്, ക്യാമറ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ല് തന്നിട്ട് നിക്കൽ കാഡ്മിയം സെല്ലാണ്. ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ല്. അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിൽ സെല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ലിഥിയം അയോൺ സെല്ലാണ്. ലിഥിയം അയോൺ സെല്ലാണ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയിലൊക്കെ ഉള്ള സെല്ല് എന്ന് പറയുന്നത്. അടുത്തതാണ് സൗരോർജം. എന്താണ് സൗരോർജം എന്ന് പറയുന്നത്? ഭാവിയിൽ വരാനിരിക്കുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സൗരോർജം എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള സംവിധാനത്തെയാണ് നമ്മൾ സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേരുന്ന സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. ബാറ്ററി ഉപയോഗിച്ച് എമർജൻസി ലാബ് പ്രകാശിക്കുമ്പോൾ നടക്കുന്ന ഊർജ്ജമാറ്റമാണ് രാസോർജം. നമ്മൾ പറഞ്ഞ ബാറ്ററിയിൽ രാസോർജമായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലേ, അത് വൈദ്യുതോർജ്ജമായും പിന്നീട് പ്രകാശോർജ്ജമായി മാറുന്നു. നമ്മളിപ്പോൾ സോളാർ സെല്ലിന്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ സൂര്യനിൽ നിന്ന് ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം സോളാർ സെല്ലുകൾ. അങ്ങനെ ഒന്നിലധികം സെല്ലുകൾ ചേർന്ന സംവിധാനമാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് ഈ സോളാർ പാനലുകളിൽ നിന്ന് തന്നെയാണ്. എവിടുന്നാണ്? സോളാർ പാനലുകളിൽ നിന്ന് തന്നെയാണ്. അടുത്തതാണ് കൽക്കരി. ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്? അത് കൽക്കരിയാണ്. ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. ഈ കൽക്കരിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ആണ്. കൽക്കരിയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് കാർബൺ ആണ്. ആ കൽക്കരിയിൽ അടങ്ങിയിട്ടുള്ള കാർബണിന്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയിലുള്ള വകഭേദങ്ങളാണ് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോള്, ആന്ത്രാസൈറ്റ് എന്നിവയെല്ലാം എന്താണ്? കാർബണിന്റെ അടിസ്ഥാനത്തിലുള്ള കൽക്കരിയുടെ വകഭേദങ്ങളാണ്. ഇനി ഈ കൽക്കരിയെ വായുയുടെ അസാന്നിധ്യത്തിൽ ശോധനം ചെയ്താൽ ലഭിക്കുന്നതാണ്
അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവയെല്ലാം. അപ്പോൾ ഈ കൽക്കരിയൊക്കെ പെടുന്നത് ഫോസിൽ ഇന്ധനങ്ങളിലാണ്. ആ ഫോസിൽ ഇന്ധനങ്ങളിൽ തന്നെയാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയെല്ലാം പെടുന്നത്. ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. എങ്ങനത്തെ ഊർജ്ജ സ്രോതസ്സുകളാണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ് എന്തെന്ന് പറയുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രകൃതിവാതകങ്ങളിൽ നിന്നാണ് CNGയും LNGയും എല്ലാം എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. CNG എന്ന് പറഞ്ഞാൽ എന്താണ്? CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNG പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമാണ്. അതിൽ CNG, LNG എന്നിവയിലെ പ്രധാന ഘടകങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ മീഥെയ്നാണ്. CNG, LNG എന്നിവയിലെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മീഥെയ്നാണ്. പ്രകൃതിവാതകങ്ങളെയെല്ലാം തന്നെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് LNG എന്ന് പറയുന്നത്. ഇനി LPG എന്ന് പറഞ്ഞാൽ എന്താണ്? LPG എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തെ അംശിക ശോധനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് എന്തെന്ന് പറയുന്നത്? LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. എന്നാലും നമ്മുടെ ഈ LPG സിലിണ്ടറിലൊക്കെ വാതക ചോർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു മണം ഉണ്ടാവില്ലേ? ആ മണം ഉണ്ടാകുന്നത് എന്ത് കലർത്തുന്നത് കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഈഥേൻ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ്. ഈഥേൻ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് ആ മണം ഉണ്ടാകുന്നത്. ഇനി LPGയിലെ മുഖ്യ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടൈനാണ്. നേരത്തെ നമ്മൾ CNG, LNGയിലെ ഘടകം ചോദിച്ചപ്പോൾ മീഥെയ്ൻ ആണെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ LPGയിലെ മുഖ്യ ഘടകം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബ്യൂട്ടൈൻ ആണ്. അടുത്തതാണ് ഹരിതോർജം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹരിതോർജം എന്ന് പറഞ്ഞാൽ? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം, അതായത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം ഊർജ്ജങ്ങളെയും നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? ഹരിതോർജം എന്ന് തന്നെയാണ് പറയുന്നത്. ഉദാഹരണം പറയണമെന്ന് പറഞ്ഞാൽ സൗരോർജം, അതുപോലെ പവനോർജം, തിരമാലയിൽ നിന്നുള്ള ഊർജം, ബയോമാസ് ഊർജം എല്ലാം ഒരു ഹരിതോർജത്തിന് ഉദാഹരണമാണ്. അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജമാണ് ഹരിതോർജം എന്ന് പറയുന്നത്. ഹരിതോർജത്തെ തന്നെയാണ് ക്ലീൻ എനർജി എന്നും പറയുന്നത്. ക്ലീൻ എനർജി എന്ന് പറയുന്നത് ഏതിനെയാണ്? ഹരിതോർജത്തെ തന്നെയാണ്. അടുത്തതാണ് ബ്രൗൺ എനർജി. അപ്പോൾ ക്ലീൻ എനർജി എന്ന് പറഞ്ഞാൽ ഹരിതോർജമാണ്. അപ്പോൾ ബ്രൗൺ എനർജി പറഞ്ഞാൽ എന്തായിരിക്കാം? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജത്തെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഈ ബ്രൗൺ എനർജിയിലാണ് എന്ത് വരുന്നത്? ന്യൂക്ലിയർ ഊർജം വരുന്നത്. അതുപോലെ പെട്രോളിയം, കൽക്കരി എന്നീ ഊർജ്ജ സ്രോതസ്സുകൾ പെടുന്നത് മേൽ തന്നെയാണ്, ബ്രൗൺ എനർജിയിൽ തന്നെയാണ് പെടുന്നത്. ആഗോള താപനം ഉൾപ്പെടെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഊർജ സ്രോതസ്സുകളാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്. ഏതാണ് ബ്രൗൺ എനർജി എന്ന് പറയുന്നത്? എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് എന്തെന്ന് പറയുന്നത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് സൗരോർജവും കാറ്റും തിരമാലയും എല്ലാം. അപ്പോൾ പാരമ്പര്യ ഊർജ സ്രോതസ്സ് പറഞ്ഞാൽ എന്തായിരിക്കും? അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ് പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. പെട്രോളിയം, കൽക്കരിയൊക്കെ അതിന് ഉദാഹരണമാണ്. ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഇന്ധനത്തിന് ഉദാഹരണമാണ് പെട്രോളിയങ്ങൾ. അതുപോലെ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ഇന്ധനത്തിന് ഉദാഹരണമാണ് എന്തെന്ന് പറയുന്നത്? കൽക്കരി എന്ന് പറയുന്നത്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന ഏതാണ്? ഡിസംബർ 14 ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗതികോർജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലേ. യാന്ത്രികോർജത്തിൻ്റെ 2 രൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഗതികോർജവും അതുപോലെ തന്നെ സ്ഥിതികോർജവും. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാവുന്ന ഊർജ്ജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതായത് ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒന്നാമത്തേത് ചലനം കൊണ്ട്, അത് ഗതികോർജവും. സ്ഥാനം കൊണ്ട് നോക്കുകയാണെന്ന് അതെന്താണ്? അത് സ്ഥിതികോർജവുമാണ്. കുലച്ചു വെച്ച വില്ല്, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് എന്നിവയിലെ സ്ഥിതികോർജം സ്ട്രെയിൻ മൂലമുള്ള സ്ഥിതികോർജമാണ്. സ്ട്രെയിൻ
മൂലമുള്ള സ്ഥിതികോർജ്ജമാണവ. ഇനി പറക്കുന്ന പക്ഷികളിലുള്ള ഊർജ്ജം ഏതാണെന്ന് ചോദിച്ചാൽ അവ ഗതികോർജ്ജമാണ്. ഒരു അണക്കെട്ടിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിലുള്ള ഊർജ്ജം ഏതാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അവ സ്ഥിതികോർജ്ജമാണ്. അവ ഏതാണ്? അവ സ്ഥിതികോർജ്ജമാണ്. ഇനിയിപ്പോൾ ഫാനിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതാണ്? അത് വൈദ്യുതോർജ്ജം എന്തോർജ്ജമായിട്ട് മാറുന്നു? ഫാന് കറങ്ങുമല്ലേ, അപ്പോൾ യാന്ത്രികോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി ഇസ്തിരിപ്പെട്ടിയിലെ ഊർജ്ജമാറ്റം എന്താണെന്ന് ചോദിച്ചാൽ വൈദ്യുതോർജ്ജം എന്തോർജ്ജമായി മാറും? അത് ചൂടാവുകയല്ലേ, അപ്പോൾ അത് താപോർജ്ജമായി മാറും. ഇനി വൈദ്യുത ബൾബിൽ ചോദിക്കുകയാണ് പറഞ്ഞാൽ വൈദ്യുതോർജ്ജം എന്തായി മാറും? പ്രകാശം ലഭിക്കുകയല്ലേ, അപ്പോൾ പ്രകാശോർജ്ജമായിട്ടാണ് മാറുന്നത്. അപ്പോൾ എന്താണ് ഈ ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്? ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് പ്രസ്താവിക്കുന്ന നിയമമാണ് എന്ത്? ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഏതാണ്? ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക് ഫൈബറിലൂടെ കടന്നു പോകുന്ന ഊർജ രൂപം ഏതാണ്? അത് പ്രകാശോർജമാണ്. ഒപ്റ്റിക് ഫൈബറിലൂടെ കടന്നു പോകുന്ന ഊർജ രൂപമാണ് പ്രകാശോർജം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കരസേനാ ദിനം എന്നാണ്. ജനുവരി 15 നമ്മുടെ കരസേനാ ദിനം. കരസേനയുടെ ആപ്തവാക്യമാണ് സേവോ പരമാധർമ്മ എന്നുള്ളത്. സേവനമാണ് പരമമായ ധർമ്മം. ഇനി ദേശീയ പ്രതിരോധ ദിനം എന്നാണ്. മാർച്ച് 3 ദേശീയ പ്രതിരോധ ദിനം. ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4. കാർഗിൽ വിജയ ദിവസം എന്നാണ്. കാർഗിൽ വിജയ ദിനം എന്നാണ്. ജൂലൈ 26 കാർഗിൽ വിജയ ദിനം. വ്യോമസേനാ ദിനം എന്നാണ്. ഒക്ടോബർ 8 വ്യോമസേനാ ദിനം. ആപ്തവാക്യം നഭസ്പർശം ദീപ്തം എന്നതാണ്. മഹത്തോടെ ആകാശത്തെ തൊടു എന്നതാണ് അതിൻ്റെ ആപ്തവാക്യം. ഇനി നാവികസേനാ ദിനം എന്നാണ്. ഡിസംബർ 4 നാവികസേനാ ദിനം. അതിൻ്റെ ആപ്തവാക്യം ഷാനോ വരുണ, സമുദ്രങ്ങളുടെ ദേവനായ വരുണൻ നമുക്ക് ഐശ്വര്യം നൽകട്ടെ എന്നതാണ്. ഇനി സൈനിക പതാക ദിനം എന്നാണ്. ഡിസംബർ 7 സൈനിക പതാക ദിനം. ഇനി വിജയ് ദിവസ് എന്നാണ്. ഡിസംബർ 16 വിജയ് ദിവസ്. DRDOയുടെ ആപ്തവാക്യം എന്നാണ്. ബാലസ്യ മൂലം വിജ്ഞാനം, അതായത് ശക്തിയുടെ ഉറവിടം ശാസ്ത്രമാണ് എന്നതാണ് DRDOയുടെ ആപ്തവാക്യം. ഇപ്പോൾ കരസേന ദിനം ജനുവരി 15, ദേശീയ പ്രതിരോധ ദിനം മാർച്ച് 3, ദേശീയ സുരക്ഷാ ദിനം മാർച്ച് 4, കാർഗിൽ വിജയ ദിനം ജൂലൈ 26, വ്യോമസേനാ ദിനം ഒക്ടോബർ 8, നാവികസേനാ ദിനം ഡിസംബർ 4, സൈനിക പതാക ദിനം ഡിസംബർ 7, വിജയ് ദിവസ് ഡിസംബർ 16. DRDOയുടെ ആപ്തവാക്യം ശക്തിയുടെ ഉറവിടം ശാസ്ത്രമാണ്, ബാലസ്യ മൂലം വിജ്ഞാനം. ഇനി നാവികസേനയുടെ ആപ്തവാക്യം ഷാനോ വരുണ, സമുദ്രങ്ങളുടെ ദേവനായ വരുണന് നമുക്ക് ഐശ്വര്യം നൽകട്ടെ. ഇനി വ്യോമസേനയുടെ ആപ്തവാക്യം എന്താണ്? നഭസ്പർശ ദീപ്തം, മഹത്വത്തോടെ ആകാശത്തെ തൊടു എന്നുള്ളതാണ്. ഇനി കരസേനയുടെ ആപ്തവാക്യം എന്താണ്? സേവ പരമോ ധർമ്മ, സേവനമാണ് പരമമായ ധർമ്മം എന്നതാണ് എന്തിൻ്റെ ആപ്തവാക്യം? കരസേനയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിനും ഭരണഘടനയുടെ പിൻബലം നൽകിയ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ്. ആരാണ്? PV നരസിംഹറാവു ആണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്. അത് 1946 നവംബർ 26 ഈ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചാൽ 1950 ജനുവരി 26 ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഒഡീഷയിലെ ചിൽക്ക തടാകമാണ്. ഇനി കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിന്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് അതാണ്, അത് ATP ആണ്. ഇനി വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്ഷയമാണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന ക്ഷയവും ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് പ്ലേഗുമാണ്. അതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒന്നാണ് ജാലിയൻവാല ബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഗവർണർ ആരാണെന്ന്. അത് മൈക്കിൾ ഓഡയർ ആണ്. അതായത് ജാലിയൻവാല ബാഗിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയ സൈനിക മേധാവിയെ ചോദിച്ചാൽ ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ജാലിയൻവാല ബാഗിൽ വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ ഗവർണർ മൈക്കിൾ ഓഡയർ, വെടിവെപ്പിന് നേതൃത്വം നൽകിയ സൈനിക മേധാവി ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. ഇനി നമുക്ക് കുറച്ച് വിത്തിനങ്ങൾ നോക്കാം. ഓരോ വിളകളുടെയും വിത്തിനങ്ങൾ നോക്കാം.
തക്കാളിയുടെ സങ്കരീന വിത്തുകൾക്ക് ഉദാഹരണമാണ് ശക്തി, മുക്തി, അനഘ. അപ്പോൾ തക്കാളിയുടെ ഏതാണ്? ശക്തി, മുക്തി, അനഘ. ഇനി വെള്ളരിയുടെ സങ്കരീനം വിത്തുകളാണ് സൗഭാഗ്യ, അരുണിമ എന്നിവ. വെണ്ടയുടെ സങ്കരീനം വിത്തുകളാണ് സൽകീർത്തി, കിരൺ, സുസ്മിറ എന്നത്. മുളകിൻ്റെ വിത്തിനങ്ങളാണ് ജ്വാലാമുഖി, ഉജ്ജല, ജ്വാല, സഖി എന്നിവ. ചീരയുടെ വിത്തിനങ്ങളാണ് അരുൺ, മോഹിനി, കൃഷിശ്രീ, രേണുശ്രീ എന്നിവ. തെങ്ങിൻ്റെ വിത്തനമാണ് ചന്ദ്രലക്ഷ, കേരഗംഗ, ലക്ഷഗംഗ എന്നിവ. നെല്ലിൻ്റെ വിത്തനമാണ് അന്നപൂർണ, ത്രിവേണി, ജയ. ഞാൻ എല്ലാം പറയുന്നില്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറയുന്നുള്ളൂ. ഗോതമ്പിൻ്റെ വിത്തിനമാണ് സോണാമാലിക, അർജുൻ, ജലക് എന്നിവ. വഴുതനയുടെ വിത്തിനമാണ് സൂര്യ, ഹരിത, ശ്വേത, നീലിമ. പയറിന്റെ വിത്തിനം ഏതൊക്കെയാണ്? ശാരിക, ലോല, മാലിക എന്നിവയെല്ലാം പയർ വിത്തിനങ്ങളാണ്. പാവലിന്റെ വിത്തിനങ്ങളാണ് ആർക്ക, ഹരിത്, പ്രിയ, പ്രീതി എന്നിവ. മത്തന്റെ വിത്തിനമാണ് അമ്പിളി, സുവർണ, സരസ് എന്നിവ. ഇനി ഇന്ത്യയിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനം. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ലഡാക്കിലെ ഹെമിസ് ദേശീയോദ്യാനമാണ്. ഏതാണ്? ലഡാക്കിലെ ഹെമിസ് ദേശീയോദ്യാനമാണ്. ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത് അസമിലെ കാസിരംഗ നാഷണൽ പാർക്കിലാണ്. എവിടെയാണ്? കാസിരംഗ നാഷണൽ പാർക്കിലാണ്. അതുപോലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനം, കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിലാണ് കടുവകളെയും ആനകളെയും എല്ലാം സംരക്ഷിച്ചു വരുന്നത്. മധ്യപ്രദേശിലെ ബാധവ്ഗഡ് ദേശീയോദ്യാനം എന്തിനു പ്രശസ്തമായതാണ്? റോയൽ ബംഗാൾ കടുവകൾക്ക് പ്രശസ്തമായതാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനമുള്ളത് മധ്യപ്രദേശിലാണ്. അതുപോലെ പ്രൊജക്ട് ടൈഗർ പാർക്കുകൾ ഏതൊക്കെയാണ്? രൺതംബോറും സുന്ദർബൻസും ആണ്. അതിൽ രൺതംബോർ രാജസ്ഥാനിലും സുന്ദർബൻസ് എവിടെയാണ്? പശ്ചിമ ബംഗാളിലുമാണുള്ളത്. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ആരാണ്? ഡോക്ടർ S ജയശങ്കർ ആണ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ്. ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. കൃഷി കാർഷിക ക്ഷേമ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. കരസേനാ മേധാവി ജനറൽ ധീരജ് സേഠ്. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ്. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. ഇനി കുറച്ച് ചുരങ്ങളും അവയെ എവിടെയെല്ലാം ബന്ധിപ്പിക്കുന്നു എന്ന് നോക്കാം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിമിനെയും ടിബറ്റിനെയുമാണ്. ജലപ്ല ചുരവും സിക്കിമിനെയും ടിബറ്റിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ലിപ്പുലേക്ക് ചുരം ഇന്ത്യ, നേപ്പാൾ, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ് ലിപ്പുലേക്ക് ചുരം എന്ന് പറയുന്നത്. ബോധിംഗ്ല ചുരം അരുണാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ദിഫു ചുരം ഇന്ത്യ, ചൈന, മ്യാൻമർ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പാലക്കാട് ചുരം നമുക്കറിയാലേ, കേരളം തമിഴ്നാടിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. താൽഘട്ട് ചുരം മുംബൈ, നാസിക് എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ബോർഘട്ട് ചുരം പൂനെ, മുംബൈ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് അല്ലെങ്കിൽ സെങ്കോട്ട ചുരം ഏതാണ്? കൊല്ലം, തമിഴ്നാട് എന്നിവയെ ബന്ധിപ്പിക്കുന്നതാണ്. ബനിഹാൽ ചുരമോ ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്നതാണ് ബനിഹാൽ ചുരം. ബാരാലച്ച ചുരം ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ സിപ്തി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? റോഹ്താങ് ചുരം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് അപ്പോഴാണ് 1961 ജൂലൈ 1 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം വന്നിട്ടുള്ളത് 2006 സ്ത്രീധന നിരോധനം 1961, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണം 2006. ഇനി പോസ്കോ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2012. ഇതൊക്കെ നമ്മൾ SCERT ബുക്കിൽ പഠിച്ചിട്ടുള്ളതാണ്. 2012 നവംബർ 14. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലന ക്ഷേമ നിയമം എപ്പോഴാണ്? 2007 നിലവിൽ വന്നത്. 2007. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. അപ്പോൾ
ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം 1990 പ്രകാരമാണ് അത് നിലവിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കാം. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അതായത് മൗലിക അവകാശങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഹൃദയവും ആത്മാവും, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്നറിയപ്പെടുന്നതും ആമുഖം തന്നെയാണ്. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ മനുഷ്യാവകാശ കമ്മീഷനാണ്. അഭിഭാഷകരുടെ സ്വർഗം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇത് നമ്മൾ ഫിസിക്സ് പഠിച്ചപ്പോൾ കുറച്ച് പ്രതിഭാസങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നക്ഷത്രങ്ങൾ മിന്നുന്നതിനുള്ള കാരണം എന്താണ്? അത് അപവർത്തനമാണ്. നക്ഷത്രങ്ങൾ മിന്നുന്നതിനുള്ള കാരണം അപവർത്തനമാണ്. ഇനി സീരിയൽ കാണുന്ന നിറത്തിനുള്ള കാരണം ഏതാണ്? അതിനുള്ള പ്രതിഭാസം എന്ന് പറയുന്നത് ഡിഫ്രാക്ഷൻ ആണ്. സീഡിയിൽ കാണുന്ന നിറത്തിന് ഉള്ള പ്രതിഭാസം ഡിഫ്രാക്ഷൻ ആണ്. സോപ്പ്, കുമിള, വെള്ളത്തിലെ എണ്ണപ്പാളിയിൽ എന്നിവയിലൊക്കെ കാണുന്നത് എന്ത് പ്രതിഭാസമാണ്? ഇന്റർഫെറൻസ് ആണ് കാണുന്നത്. ഏതാണ്? ഇന്റർഫെറൻസ് ആണ് കാണുന്നത്. ആകാശത്തിലെ നീല നിറം ഏതാണ്? വിസരണമാണ്. മഴവില്ല് ഏത് പ്രതിഭാസമാണ്? പ്രകീർണനം എന്ന പ്രതിഭാസമാണ് മഴവില്ലിൽ നമ്മൾ കാണുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നമ്മളിവിടെ പ്രകാശത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെ? ഒപ്റ്റിക് ഫൈബറുകളിൽ പ്രകാശം ഏത് തരത്തിലുള്ള പ്രതിഭാസത്തിനാണ് വിധേയമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിപതനത്തിനാണ് വിധേയമാകുന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണ് എന്ന് ചോദിച്ചാലും അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഏതാണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അന്തരീക്ഷത്തിലെ ജലകണികകളിലൂടെ സൂര്യപ്രകാശത്തിന്റെ പ്രകീർണനത്തിനുള്ള ഒരു ഉദാഹരണമാണ് മഴവില്ല് എന്ന് പറയുന്നത്. അപ്പൊ മഴവില്ല് ഏത് പ്രതിഭാസത്തിനുള്ള ഉദാഹരണമാണ്? പ്രകീർണനത്തിനുള്ള ഉദാഹരണമാണ്. അതായത് ദൃശ്യപ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് എന്ത് എന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. എന്നാണ് പ്രകീർണനം എന്ന് പറയുന്നത്. 400 നാനോമീറ്റർ മുതൽ 440 നാനോമീറ്റർ വരെ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശമാണ് വയലറ്റ്. ഇനി 440 മുതൽ 460 വരെ നാനോമീറ്റർ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശമാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. 460 മുതൽ 500 മീറ്റർ വരെയുള്ള തരംഗ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശത്തിലെ വർണ്ണമാണ് നീല എന്ന് പറയുന്നത്. 500 മുതൽ 570 നാനോമീറ്റർ വരെയുള്ള ദൃശ്യപ്രകാശത്തിലെ വർണ്ണമാണ് പച്ച. 570 മുതൽ 590 വരെ നാനോമീറ്റർ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശത്തിലെ വർണ്ണമാണ് മഞ്ഞ. ഇനി 590 മുതൽ 620 വരെ നാനോമീറ്റർ ദൈർഘ്യമുള്ള ദൃശ്യപ്രകാശത്തിലെ വർണ്ണം ഏതാണ്? അത് ഓറഞ്ച് ആണ്. ദൃശ്യപ്രകാശത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ചുവപ്പ് വർണ്ണത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 620 മുതൽ 700 വരെയുള്ള നാനോമീറ്റർ ആണ്. 620 700 വരെയാണ്. ഇനി ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് അൾട്രാവയലറ്റ്, എക്സ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നിവ. ഇവ തരംഗ ദൈർഘ്യം കുറഞ്ഞവയാണ്. ഇനി ദൃശ്യപ്രകാശത്തേക്കാൾ തരംഗ ദൈർഘ്യം കൂടിയത് ചോദിച്ചാൽ റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ എന്നിവയൊക്കെയാണ്. ഇനി നമ്മൾ മഴവില്ല് പറഞ്ഞൂല്ലേ, അത് എന്തിന്റെ പ്രതിഭാസമാണ്? പ്രകീർണനമാണ് അല്ലെ? മഴവില്ലിന്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖ ഏതാണ്? ദൃഷ്ടിരേഖ എന്നാണ് പറയുന്നത്. എത്ര ഡിഗ്രി വരെയാണ് ദൃശ്യരേഖയുമായി എത്ര ഡിഗ്രി വരെയാണ് ദൃശ്യപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾ തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് മഴവില്ലിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെയാണ്. പുറംവക്കിൽ കാണുന്നത് ചുവപ്പാണ്. ഏറ്റവും അകത്തായി കാണുന്നത് ഏതാണ്? വയലറ്റ് ആണ്. ഇനി വിമാനത്തിൽ നോക്കിയ മഴവില്ലിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ്? അത് വൃത്താകൃതിയാണ്. ഒരു വസ്തു ഒരു വർണ്ണത്തെയും പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അത് ഏത് വർണ്ണത്തിൽ കാണപ്പെടും? കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുക. ഇനി ഒരു വസ്തു എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിച്ചാൽ അത് വെളുപ്പ് നിറത്തിലാണ് കാണപ്പെടുക. അതുപോലെ മനുഷ്യനൊരു ദൃശ്യം, നമ്മളൊരു ദൃശ്യം കണ്ടു എന്ന് വെച്ചാൽ അത് നമ്മുടെ 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിന്റെ റെറ്റിനയിൽ തങ്ങി നിൽക്കും. അത് അറിയപ്പെടുന്നതാണ് കണ്ണിന്റെ വീക്ഷണ സ്ഥിരത. 1/16 കേട്ടോ.
അതാണ് കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അതുപോലെ ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം വേഗത്തിൽ കറങ്ങുമ്പോൾ അത് കാണപ്പെടുന്നത് വെളുപ്പ് നിറത്തിലാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയതാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ച, ചുവപ്പ്, നീല എന്നിവയാണ്. പച്ച, ചുവപ്പ്, നീല. ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മജന്ത, സിയാൻ, മഞ്ഞ എന്നിവയാണ് ഏത് എന്ന് പറയുന്നത്? ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പും പച്ചയും കൂടി ചേർന്നാലാണ് എന്ത് ലഭിക്കുക? പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പും പച്ചയും കൂടി ചേർന്നാലാണ് എന്ത് ലഭിക്കുന്നത്? മഞ്ഞ ലഭിക്കുന്നത്. ഇനി ചുവപ്പ് നീല നിറങ്ങൾ ചേരുമ്പോഴാണ്, ചുവപ്പും നീലയും നിറങ്ങൾ ചേരുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? മജന്ത ലഭിക്കുന്നത്. അതുപോലെ പച്ചയും നീലയും ചേരുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? സിയാൻ ലഭിക്കുന്നത്. അപ്പോൾ ദ്വിതീയ വർണ്ണങ്ങളാണ് മജന്ത, സിയാൻ, മഞ്ഞ എന്ന് പറയുന്നത്. പച്ചയും ചുവപ്പും ചേർന്ന മഞ്ഞ ലഭിക്കും. അതുപോലെ പച്ചയും നീലയും കൂടി ചേർന്ന് പറഞ്ഞാൽ സിയാൻ ലഭിക്കും. ചുവപ്പും നീലയും കൂടി ചേർന്ന മജന്തയാണ് ലഭിക്കുക. അതുപോലെ മറ്റൊരു പ്രതിഭാസമാണ് വിസരണം എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് വിസരണം. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് ഈ പ്രതിഭാസം മൂലമാണ്. ഏത് മൂലമാണ്? വിസരണം മൂലമാണ്. ഈ പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ് സഞ്ചരിക്കുന്നത്. ലെൻസുകളിൽ ഉപയോഗപ്പെടുന്ന പ്രകാശത്തിന്റെ സ്വഭാവമാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തിന്റെ പ്രതിഫലനം എന്ന സ്വഭാവം ഉപയോഗപ്പെടുത്തുന്നത് ദർപ്പണങ്ങളിലാണ്. ലെൻസുകളിൽ അപവർത്തനവും ദർപ്പണങ്ങളിൽ പ്രതിഫലനവുമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഒരു തടസ്സത്തിൽ തട്ടി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കുന്നതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നാണ് ഡിഫ്രാക്ഷൻ. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഇന്റർഫെറൻസ്. എന്നാണ് ഇന്റർഫെറൻസ് എന്ന് പറയുന്നത്. അതുപോലെ സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾക്കിടയിലൂടെ പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ സഞ്ചാരപാതയ്ക്ക് ഉണ്ടാവുന്ന വ്യതിയാനമാണ് അപവർത്തനം എന്ന് പറയുന്നത്. ഏതാണ്? അപവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ ധവളപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ള നിറങ്ങളാണ് വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവ. അപ്പോൾ പ്രകാശം ഒരു പ്രസത്തിലൂടെ കടത്തിവിടുമ്പോൾ എന്തായി മാറും? അത് ഘടക വർണ്ണങ്ങളായി മാറും. ഈ പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നതാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.